മലപ്പുറം കാളികാവില് 2.5 വയസ്സുകാരിയുടെ ബാപ്പ കൊലപ്പെടുത്തിയ 2.5 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അല്ലെ. ശരിക്കും ഞെട്ടിപ്പിക്കുക പറഞ്ഞാൽ കേരളത്തിലുള്ള ഓരോ ജനതയും, അത് ഈ ന്യൂസ് അറിയുന്ന ഓരോ വ്യക്തിയെയും ഇങ്ങനെ സ്തബ്ധരാക്കി നിർത്താൻ പാകത്തിനുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു അത്. ശരിക്കും ആ കുഞ്ഞിനെ ആ ബാപ്പ കൊലപ്പെടുത്താൻ അയാൾക്ക് ഒരു മനുഷ്യന് ഒരിക്കലും മറ്റൊരു മനുഷ്യ ജീവനോട് ചെയ്യാൻ കഴിയാത്ത അത്രയും നീചമായ ഒരു കൊലപാതകം അയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വന്തം കുഞ്ഞിനെ കട്ടിലോട്ട് എറിയുക, അവിടെ നിന്ന് മറ്റേ ഭിത്തിയിലോട്ട് എറിയുക, ഷെൽഫിലോട്ട് എറിയുക, അവിടെ നിന്ന് അതിനെ ചവിട്ടുക, നട്ടലിൽ ചവിട്ടുക, കഴുത്തിലോട്ട് ചവിട്ടുക, തലച്ചോറിളകുന്ന രീതിയിൽ തലയോട്ടിക്ക് പരിക്ക് പറ്റിക്കുക. എത്രമാത്രം വേദന ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത് നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ ന്യൂസ് അല്ല അല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് ഭാര്യ കൊല്ലുന്നു അല്ലേ. ലാസ്റ്റ് ഇയറിൻ്റെ മുന്നേ ആണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞിനെ, നമ്മുടെ പാലക്കാട് തന്നെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. ഒരു സ്ത്രീ കുഞ്ഞിനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഷോളൊക്കെ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് അല്ലേ. തലയണയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര, കഴുത്തറുത്ത് കൊന്ന കുഞ്ഞിന് വേണ്ടിയിട്ട്. ഇത്രയും സൈക്കോപാത്സ് ആയിട്ട്, ഇത്രയും സൈക്കോട്രിക് ആയിട്ട് ആളുകൾ ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ ഇങ്ങനെ വെച്ച് പൊറിപ്പിക്കുന്നതെന്ന് മനസ്സിലാവാത്ത. ആ കുട്ടിയുടെ ഉമ്മയുടെ റിലേറ്റീവ് കൊടുത്തൊരു വീഡിയോ നമുക്ക് കേൾക്കാം, ഒരു ബൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഇവര് ഒരുപാട് മുമ്പ് തന്നെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ, ഇതിൻ്റെ മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ കൊന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് വീട്ടുകാർക്ക് 100% ഉറപ്പാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുട്ടീനെ മർദ്ദിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതിലേറെ പ്രശ്നം ഉണ്ടായിരുന്നു. അവളെ കഴുത്തിൽ, കുട്ടീൻ്റെ കഴുത്തിൽ, കാലുമ്മൽ എല്ലായിടത്തും പരിക്കാം, എല്ലാ സ്ഥലത്തും പരിക്കും. എൻ്റെ അടുത്ത് ഫോട്ടോ എല്ലതും ഉണ്ട്. ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് ഇവിടെ അവരെ വീട്ടിൽ തന്നെ ഞങ്ങൾ പറഞ്ഞേക്കാറില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാറില്ല. എന്താ വെച്ചാൽ ഇവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവന് ഫോൺ ചെയ്തും അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്, കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ വിടാനില്ല. അപ്പോൾ പിന്നെ ഓല നേതാക്കന്മാരും അത് പാർട്ടി ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് ഇവരെപ്പോൾ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോയത്, ഓല വീട്ടിൽ കൊണ്ടുപോയത്. അതിന് ശേഷം ഇതിൻ്റെ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഇവളെ ഉമ്മയും ഉമ്മാൻ്റെ ഏട്ടത്തിയും എല്ലാവരും അവിടെ കാണാൻ ചെന്നപ്പോൾ കുട്ടീൻ്റെ മേത്ത് ഈ പരിക്കൊക്കെ കണ്ടിട്ട് ഇനി ഇവിടെ നിർത്തണില്ല, ഞങ്ങൾ റിട്ടേൺ കൊണ്ടുപോവുകയാണ്, തിരിച്ചു കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വിട്ടു തരൂല, ഞങ്ങൾ തന്നെ നോക്കിക്കൊണ്ട്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഉറപ്പിച്ചാണ് കുട്ടീനെ കൊന്നത് തന്നെ കേൾക്കണം. പിന്നെ അവളും ഈ കുട്ടീൻ്റെ മാതാവും പറഞ്ഞു, ഉമ്മയും പറഞ്ഞു എൻ്റെ കുട്ടീനെ കൊന്നത് തന്നെയാണ്. ഇമ്മയും പെങ്ങളും ഇമ്മയും ഈ ചങ്ങായി ഈ ഓളെ വാപ്പിയും പാടെ കൂടിയിട്ട് കൊന്നതാണെന്ന് തന്നെ പറയണം. അവര് രണ്ടും ഭാര്യയും ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഈ കുട്ടിനെ മർദ്ദിക്കാനുള്ള ഒരു കാരണം എന്താ? കുട്ടിനെ മർദ്ദിക്കാനല്ല, ഇതന്നെ ഈ കുട്ടി ഇതിൻ്റെ മുമ്പ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇവർ പ്രണയവിവാഹമായിട്ട് ആദ്യം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് ഈ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പീഡന കേസ് അങ്ങനത്തെ രൂപത്തിലൊരു കേസ് ഇപ്പോൾ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഒരു 22-ാം തീയതിയൊക്കെ ആയിട്ട് വിളിക്കാൻ നിൽക്കണ കേസ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു മാസം മുമ്പ് തന്നെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് അവരെ ഓരോ വീട്ടിൽ വിടലില്ല. അവരെന്നും വന്നാണ്ട് വിഷയം ഉണ്ടാക്കും, ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ഓരോ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ചർച്ചയൊക്കെ ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ ഞങ്ങളതിനെ അങ്ങനെ വിടലില്ല. അപ്പോൾ ഇവർ ലാസ്റ്റ് വന്നിട്ട് ഒരു മാസം, ഒരു 2 ദിവസം, കുറച്ച് ദിവസം അവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുപോയത്. മധ്യസ്ഥം വഹിച്ച ആളെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അവിടെ ആ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇത് മധ്യസ്ഥം വഹിച്ചാണ്ട് ഇത് കൊണ്ടുപോയത്. ഇങ്ങനെ മധ്യസ്ഥം വഹിക്കാനും അവൻ്റെ കൂടെ ഈ നിയമത്തിൻ്റെ ഒരു ഇതിൽ ശരിക്കും ഇവർക്കൊരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു മുന്നേ തന്നെ. ആള് കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഉമ്മാനെ ഉപദ്രവിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിലെ വയസ്സായിട്ടുള്ള ഉമ്മമാനെ വരെ, ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ വരെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇയാൾ ഉപദ്രവിക്കുമെന്ന് അറിയാം. ഈ കുഞ്ഞിന് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കറിയാം ഇയാളാണ് കൊന്നതെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഇയാൾ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പറയാണ് കുട്ടിക്ക് ഭക്ഷണം തരിപ്പിൽ പോയതാണ്, അത് കാരണം കൊണ്ട് ആണ് കുട്ടിക്ക് അപകടാവസ്ഥ എന്നുള്ളത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ആൾക്കാർ, ഡോക്ടേഴ്സൊക്കെ പൊട്ടന്മാരാ. ഇതേ സെയിം ഇൻസിഡൻ്റ് ആണ്. ഒരു തവണ ലോഡ്ജിൽ റൂം എടുത്തിട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സമയത്തും നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ ആയിരുന്നു. ഇതേ സെയിം ഇൻസിഡൻറ്റ്, പാല് തരിപ്പിൽ പോയി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തത്. എത്ര തവണ ഇതിങ്ങനെ കാണുമ്പോഴേ
നമുക്ക് അവിടെയല്ലേ ഇവിടെയല്ലേ അപ്പുറത്തല്ലേ ഇപ്പുറത്തല്ലേ എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുക. നമ്മുടെ ചുറ്റോടുമുണ്ട് ഇത്തരത്തിൽ ക്രിമിനൽ മൈൻഡഡ് ആയിട്ട് ആളുകളെ ഫിസിക്കലി ഹറാസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റോടുമുണ്ട്. വെച്ച് കൊടുക്കരുത്. കാരണം ഒരു തവണ തല്ലി കൈയൊടിച്ചു, ഒരു തവണ തല്ലി കാലൊടിച്ചു, അടുത്ത തവണ കഴുത്ത് വെട്ടുന്നത് വരെ നിന്ന് കൊടുക്കരുത്. എൻ്റെ അറിവിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ. നമ്മൾ തന്നെ പറയാറുണ്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേ, അത് ആളുടെ അടുത്ത് നിന്ന് പ്രിക്കോഷൻസ് എടുക്കുക, മാറി താമസിക്കുക. പക്ഷെ ചെയ്യില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ചെയ്യാൻ തയ്യാറാവില്ല. എന്തെങ്കിലും ഒരു റിസ്ക് എടുത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല, ഇയാളെ കൂടെ ജീവിക്കേണ്ട, നമ്മുടെ മക്കളെ സേഫ് ആക്കട്ടെ, അതിനുള്ളൊരു ഗഡ്സ് നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ വളരെ റെയറാണ്. ഇനി അഥവാ അങ്ങനെ ഒരു സ്ത്രീ ഇനിഷ്യേറ്റീവ് എടുത്ത് മാറി താമസിക്കുകയാണെങ്കിൽ അവൾക്കില്ലാത്ത കുറ്റങ്ങളും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇത്തരം ക്യാരക്ടറുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക. കാരണം ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ ബാക്കിയാവുന്നുണ്ടാവുക. ഈ ഇടയ്ക്കൊരു ഒരു സ്ത്രീ, അതായത് നമ്മുടെ അറിവുള്ള ഒരു എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഐഷ ചെയറുകൊണ്ട് തല്ലി എൻ്റെ കയ്യിൻ്റെ എല്ല് പൊട്ടിച്ചു, കുഴപ്പമില്ല. ഇന്നലെ ഞാൻ കരുതിയത് കൈ എൻ്റെ തിരിച്ചിട്ട് എൻ്റെ എല്ല് പൊട്ടിക്കുന്നതായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്യുക, പോലീസുകാർ കൊണ്ടുവന്നാലും എൻ്റെ മക്കളെ മുമ്പർത്ത് വെച്ചിട്ട് അവരൊപ്പാനെ തല്ലണം ഞാൻ കാണണ്ടേ, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ അത് എനിക്ക് കാണാനായിട്ട് കഴിയൂല. തോർത്തുമുണ്ടുകൊണ്ട് കഴുത്തിൻ്റെ പുറകിലൂടെ, അതായത് പുറകിലൂടെ വന്ന് കഴുത്തിലൂടെ തോർത്തുമുണ്ടിട്ട് ഇറുക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്നെ അയാൾ കൊല്ലാൻ പോവാണെന്ന്. എനിക്ക് ജീവന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഐഷ. ഞാൻ കരുതിയത് അയാൾ എന്നെ കൊല്ലുകയാണെന്നാണ്, ഞാൻ മരിച്ചു പോയെന്നാണ് കരുതിയത്. പക്ഷെ ഞാൻ വല്ലാണ്ട് ഈ കണ്ണിലൊക്കെ ഇരുട്ട് കയറിയപ്പോഴേക്കും ആളെന്നെ വിട്ടു. എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാം. ആ രീതിയിൽ ആളുകളൊന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് ബെഗ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യേ, ആൾക്കെതിരെ നിങ്ങൾ കംപ്ലൈൻറ്റ്, ഡൊമസ്റ്റിക് വയലൻസിന് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യേ, അങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യട്ടെ, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പേരിൽ നിന്ന് എന്ത് റിസ്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്, വില്ലിങ് ആണ്. പക്ഷെ സമ്മതിക്കില്ല അവർ. വേണ്ട, കുഴപ്പമില്ല, എൻ്റെ കുട്ടികളെ ഉപ്പയല്ലേ, ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെയൊക്കെ അവസാനം ഇതേപോലെ ഒരു ജീവൻ പോയി കഴിഞ്ഞിട്ട് അയ്യോ ചെയ്തില്ലല്ലോ, അയ്യോ പറയാൻ കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഈ ഇൻസിഡൻറ്റിൽ ഈ ഒരു കുഞ്ഞിനെ, ഇത് ഒരു ഇൻസിഡൻ്റ് അല്ല അല്ലേ, കുഞ്ഞിനെ എന്താ പറയുക പാറക്കെട്ടിൽ എറിഞ്ഞ് കൊല്ലുക, അമ്മമാരാണെങ്കിലും കുഞ്ഞിനെ കഴുത്തറുത്ത് കൊല്ലുക, അച്ഛന്മാരാണെങ്കിലും ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ കുഞ്ഞിനെ കൊല്ലുക, ഈ എന്ത് ഏതിനെ പോയാലും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ദയവ് ചെയ്തിട്ട്, ശരിക്കും ജുഡീഷ്യറിയോടാണ് പറയുന്നത്, ദയവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മെമ്മറബിൾ ആയിട്ടുള്ള, അതായത് ഇനി ഒരാൾ ഒരു കുഞ്ഞിൻ്റെ മേത്ത്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു കുഞ്ഞിൻ്റെ മേത്ത് കൈ വെക്കാൻ ചിന്തിക്കാൻ പോലും പാടില്ല. അത്രയും ആ ഒരു സാധനം ചിന്തിക്കുമ്പോൾ അറിയണം എൻ്റെ ജീവൻ പോകുമല്ലോ എന്ന്. വധശിക്ഷ അല്ലാണ്ട് വേറെ ഒന്നും കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് ഡിപ്രഷൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കൊന്ന ആൾക്കാർക്ക് വധശിക്ഷയ്ക്ക് കുറഞ്ഞിട്ട് ഒരു ഇത് പാടില്ല, ഒരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല. ശരിക്കും ഞാൻ അത്ര എമോഷണലാണ് ഇത് കേട്ടിട്ട്. ഈ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, രോമം എഴുന്നേറ്റ് നിൽക്കുക പറയില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്ര വലിയ. എങ്ങനെയാണ് ഉമ്മാക്ക് അറിയായിരുന്നു, ഉമ്മാനെ പൂട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് അറിയായിരുന്നു, ആ കുഞ്ഞിനെ കൊല്ലുന്ന അയാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നമ്മൾ സ്ത്രീകൾ കുറച്ചും കൂടെ ബോൾഡ് ആവണം. എൻ്റെ ഭർത്താവ് എന്നോടുള്ള ദേഷ്യം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഒരു തവണയെ പറയാൻ പാടുള്ളൂ, രണ്ടാമതൊരു തവണ അയാൾ ആ നാവുകൊണ്ടത് പറയാൻ പാടില്ല. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഇറങ്ങുക, അയാളില്ലെങ്കിൽ എന്താ, നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനല്ലേ നമുക്ക് വലുത്. ഇറങ്ങി ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നാലും നമ്മുടെ മക്കൾക്ക് ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ നമ്മളെയും കൊണ്ട് പറ്റും. കുറച്ചും കൂടെ ബോൾഡ് ആവുക. സമൂഹത്തിൽ ഒറ്റയ്ക്ക് സ്ത്രീകൾ ജീവിക്കാൻ ഗഡ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ എനിക്ക് പറയേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴും എൻ്റെ പോലെയുള്ള, അല്ലെങ്കിൽ എന്നേക്കാൾ കുറേ കൂടെ റീച്ചുള്ള, അല്ലെങ്കിൽ കുറേ കൂടെ നിങ്ങളിലോട്ട് എത്തിക്കാൻ കഴിവുള്ള കാലിബറുള്ള ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അതിനെ വിമർശിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു ന്യൂസാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ഒരു ഇൻസിഡൻറ്റ് വരും, ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറകെ നമ്മൾ പോകും. പക്ഷേ ഇതൊന്നും ഈ കുറേ ആളുകൾ വന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റി, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അതിന് നമ്മുടെ നീതിപീഠം തന്നെ കഴിയണം. എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണം. ആലുവയിലെ കുഞ്ഞിനെ കൊന്ന ആൾക്ക് കിട്ടിയതുപോലെ എത്രയും പെട്ടെന്ന് വധശിക്ഷ വിധിക്കണം. അയാളുടെ വധശിക്ഷ ഒരു ആഘോഷമാക്കി സോഷ്യൽ മീഡിയ കൊണ്ടാടണം. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും ഒരു പേടിയുണ്ടാവും. നിയമം ശക്തമായ മാത്രമേ തൊടാൻ പോലും ധൈര്യപ്പെടാതിരിക്കുള്ളൂ കുട്ടികളുടെ കാര്യത്തിൽ. സ്വന്തം കുഞ്ഞിനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഒരാളെ നോക്കാൻ പോലും
ഒരാൾക്കും ധൈര്യം ഉണ്ടാവരുത്. ശരിക്കും വല്ലാണ്ട് വല്ലാണ്ട് കൊണ്ടുപോയി അയാൾക്ക് എങ്ങനെ പറ്റിയെന്നുള്ളതാണ്. എന്തോരം വേദനിച്ചിട്ടുണ്ടാവുക കുഞ്ഞിന്. ഒരു മുള്ളു കുത്തിയാൽ, നമ്മുടെയൊക്കെ മക്കളുടെ മേത്തൊരു മുള്ളു കുത്തിയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒന്ന് വീണ്ടും ഒന്ന് തൊലിയൊക്കെ പോയി കഴിഞ്ഞാൽ ആ പോട്ടെ സാരല്ല എന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ഉള്ള എത്ര വേദന ഉണ്ടാവും. എൻ്റെ കുഞ്ഞിന് മുറിഞ്ഞു, കാലെന്തായി, കൈ എന്തായി, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കില്ലേ നമ്മൾ. പുറത്ത് കാണിച്ചില്ലെങ്കിലും നമ്മൾ പാരൻസ് അങ്ങനെയാണ് അല്ലേ. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോളുടെയൊക്കെ വീണിട്ടൊക്കെ, എൻ്റെ മോന് വീണിട്ട് മോള് വീണിട്ടൊക്കെ ചെറുതായിട്ട് മുറിയൊക്കെ പോയി കഴിഞ്ഞാൽ, തൊലിയൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി പോയിട്ട് നോക്കും കുഞ്ഞിന് എങ്ങനെയുണ്ട്, വേദനയുണ്ടോ എന്നൊക്കെ പോയി നോക്കും. അതായത് ഉറക്കിൽ തൊടുന്ന സമയത്ത് അവർക്ക് പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് പെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കും. ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ചെറിയ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയണമെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ചുറ്റോടും ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ അവർക്ക് ഡിപ്രഷനോ അവരെന്ത് സൈക്കോളോ ആയിക്കോട്ടെ, അത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ മാറി താമസിക്കുക. അത് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക. ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. നമ്മുടെ മക്കളെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി കൊടുക്കരുത്. എത്ര കുട്ടികളുണ്ട്, ആ കുട്ടിയാണ് അയാൾക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ കുട്ടീനെയാണ് നോക്കാൻ കഴിയാത്തതെന്നുണ്ടെങ്കിൽ കുട്ടികളില്ലാതെ ജീവിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. നിങ്ങൾക്ക് അഡോപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എത്തിങ്ങാനയിൽ വിടാം. അറ്റ്ലീസ്റ്റ് അത് ജീവനോടെങ്കിലും ഇരിക്കും. എന്തായാലും ഇതൊരു വലിയ റിക്വസ്റ്റാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ പോലെയുള്ള ഓരോ ഉമ്മമാരെയും ഓരോ അമ്മമാരെയും റിക്വസ്റ്റാണ്. ഇതുപോലെയുള്ള മനുഷ്യമൃഗങ്ങളെ ഒന്നും ജീവിക്കാൻ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധി ഉണ്ടാവണം.